ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 4ാം ദിനമാണ്. 4ാം ദിനത്തിൽ ദേവി ആദിപരാശക്തിയെ കൂഷ്മാണ്ഡ ദേവി ഭാവത്തിലാണ് നമ്മൾ ഏവരും ആരാധിക്കാറുള്ളത്. നവരാത്രിയുടെ 4ാം ദിനമായ ഇന്ന് ദേവി ആദിപരാശക്തിയുടെ നവദുർഗ ഭാവത്തിലൂടെ ഒന്ന് കടന്നു വരാം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകാന്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. ഇവയൊക്കെയാണ് ദേവി ആദിപരാശക്തിയുടെ നവദുർഗ ഭാവങ്ങൾ. ഓരോ ഭാവങ്ങളും നമ്മൾക്ക് ഓരോരോ സത്വഗുണങ്ങളെയാണ് പകർന്നു നൽകുന്നത്. അപ്പോൾ ഇന്ന് ദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തെക്കുറിച്ച് പറയാം. കൂഷ്മാണ്ഡ എന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതരം അർത്ഥമുണ്ട്. കൂ എന്ന് വെച്ചാൽ ഒരു ചെറു പുഞ്ചിരി, കൂഷ്മ എന്ന് വെച്ചാൽ ഊഷ്മളത, ഊർജം, ഊർജസ്, വെളിച്ചം എന്നതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. മാണ്ഡ എന്ന വാക്കിനർത്ഥം ബ്രഹ്മാണ്ഡമാണ്. ബ്രഹ്മാണ്ഡത്തെയാണ് മാണ്ഡ എന്ന വാക്കിലൂടെ അർത്ഥം ആക്കുന്നത്. അപ്പോൾ കൂഷ്മാണ്ഡ എന്ന പേരിനർത്ഥം ദേവിയുടെ ചെറുപുഞ്ചിരിയിൽ നിന്ന് ഊർജസ്സും തേജസ്സും ഉൾക്കൊണ്ട് ഉണ്ടാവുന്ന ഭൂമി എന്നതാണ്. ഒരിക്കൽ ഈ ഭൂമി മുഴുവനും അന്ധകാരമായിരുന്നു അത്രേ. അപ്പോൾ ദേവി ആദിപരാശക്തിയുടെ കൂഷ്മാണ്ഡ ഭാവത്തിൽ നിന്ന് ഉണ്ടായ ഊർജസ്സും തേജസ്സും കൊണ്ടാണത്രേ ഈ ഭൂമിക്ക് പുതുജീവൻ തന്നെ പ്രാപ്തമാക്കാനായിട്ട് സാധിച്ചത്. സർവാലങ്കാര വിഭൂഷിതയായി സർവ ആയുധങ്ങളുമേന്തി 10 കൈകളോടുകൂടിയുള്ള ദേവി പുലിപ്പുറത്ത് ആരൂഢയായിരിക്കുന്ന ഭാവമാണ് കൂഷ്മാണ്ഡ ദേവിയുടെ ഭാവം. ഈ ഭാവത്തിൽ ദേവിയുടെ കയ്യിൽ ദേവി അമൃത കലശവും ഏന്തിയിട്ടാണ് ഇരിക്കുന്നത്. അമൃത കലശം സൂചിപ്പിക്കുന്നത് സർവ ആരോഗ്യത്തെയും സമൃദ്ധിയും സന്തോഷത്തെയും ആണ്. ഓം ജഗത്മാതാ ജഗത്കർത്തിനി ജഗധാധരാരൂപിണി ചരാചരേശ്വരി കൂഷ്മാണ്ഡ പ്രണമാമ്യഹം. ഈ മന്ത്രത്തിലൂടെ നമ്മൾ ദേവി കൂഷ്മാണ്ഡയെ ഇന്നേ ദിവസം ആരാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ആരോഗ്യവും ഐശ്വര്യവും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും. സർവസുമംഗലി ഭാവത്തിൽ യുദ്ധസജ്ജയായി കയ്യിൽ ആയുധങ്ങളൊക്കെ ഏന്തി, മാത്രമല്ല അമൃത കലശം ഏന്തി ജഗത് മാതാ ഭാവത്തിലാണ് കൂഷ്മാണ്ഡ ദേവിയുടെ അവതാരം എന്ന് പറയുന്നത്. കൂഷ്മാണ്ഡ ദേവിയുടെ അവതാരത്തിൽ നമുക്ക് ഒരേ സമയം ഒരു യോദ്ധാവിനെയും ഒരു മാതാവിനെയും ഒരു സുമംഗലിയും കാണാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീയുടെ യഥാർത്ഥ പൂർണ്ണ ഭാവത്തെ നമുക്ക് കൂഷ്മാണ്ഡ ദേവിയിൽ കാണാനായിട്ട് സാധിക്കും. ഏവർക്കും കൂഷ്മാണ്ഡ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു നവരാത്രി നേരുന്നു ഏവർക്കും. അത്രേ ഉള്ളൂ. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.